അപ്പം രാത്രി 8 മണിക്കും 10 മണിക്കും ഈ അൽഫാമും കുഴിമന്തിയും തിന്നു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ആൻഡ് ഇത് ദഹിക്കാത്ത വയറുകൊണ്ടാണ് അവർ പോയി കിടന്നുറങ്ങാൻ പോകുന്നത്. ഒരു 9 മണിക്കോ 10 മണിക്കോ ഒരു നല്ലൊരു ഹെവി ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് 11 മണിയാകുമ്പം പോയി കിടക്കുവാണ്. ആൻഡ് ഇഫ് അറ്റ് ഓൾ ഹീ സ്ലീപ്സ്, പുള്ളി ഉറങ്ങിയെന്ന് തന്നെ വിചാരിക്കട്ടെ, ഉറങ്ങിക്കഴിഞ്ഞാൽ ദഹനം സ്റ്റോപ്പ്. അപ്പം ദഹിക്കാത്ത ഭക്ഷണം കൊണ്ടാണ് ഇദ്ദേഹം രാവിലെ എണീക്കാൻ പോകുന്നത്. ലോകത്തിൽ ഇപ്പോൾ സ്റ്റഡീസ് നടത്തുമ്പോൾ വൺ ഓഫ് ദ ടോപ്പ് മീൻസ് ന്യൂട്രീഷണൽ ഫുഡിൽ പഴങ്കഞ്ഞി ഇൻക്ലൂഡാണ്. അവരോട് ഒരു കാര്യം ചോദിച്ചാൽ മതി, അമ്മച്ചേക്ക് മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ, ഓൺ ദ സ്പോട്ട് അവർ കരഞ്ഞു തുടങ്ങും. ദേ വിൽ ഓപ്പൺ അപ്പ് ലൈക്ക് എനിത്തിങ്. അവരോട് ഇനി പിള്ളേരില്ല നോക്കാൻ, എൻ്റെ പിള്ളേർ അടുത്ത് വിളിച്ച ഫോൺ കിട്ടൂല, രാത്രി സംസാരിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, പേടിയാണ്. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഇപ്പോൾ അവർ വയറുവേന സ്കൂളിൽ പോകണ്ടാത്ത ഒരു കാരണമാണ്. ഏറ്റവും മേജറായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പോകാനുള്ള ഒരു ചിലപ്പോൾ ഒരു ഇഷ്ടക്കേട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം നോക്കിയാലും ഏത് ഗ്യാസ്ട്രോപ്പി നോക്കിയാലും ഒരു ഐ തിങ്ക് ഒരു 60-70% എല്ലാവർക്കും ഒരു ഫങ്ഷണൽ ഡിസീസ് ഉണ്ടാകും. ബൗൾ ഡിസീസ് ആയിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. ഈ ഫങ്ഷണൽ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ ഒരു കമ്പോണൻറ്റ് ആണ് പ്രിഡോമിനൻ്റ് ആയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ വി ആർ സീയിങ് ഫ്രം കൊച്ചു പിള്ളേർ തൊട്ട് പ്രായമുള്ളവർ വരെ നമ്മളത് കാണുന്നുണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഇപ്പോൾ അവർക്കിപ്പം വയറുവേന സ്കൂളിൽ പോകാനുള്ളൊരു ഇല്ല പോകണ്ടാത്ത ഒരു കാരണമാണ്. അപ്പോൾ അവരെന്ത് വയറുവേന എന്ന് പറയുമ്പോൾ ചിലർക്ക് ഉണ്ടാകും ഒരു ഓർഗാനിക് കോസ് ഉണ്ടാകും. പക്ഷേ ഏറ്റവും മേജറായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പോകാനുള്ളൊരു ചിലപ്പോൾ ഒരു ഇഷ്ടക്കേട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ കുറച്ചും കൂടി ഒരു ടീനേജസിൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ കാണുന്നത് IBS, ഈ അവർക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറും സ്ട്രെസ് ഡിസോർഡറും, ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും പഠിത്തത്തിൻ്റെ കൂടുതൽ സമയത്ത് ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ കൂടുതലും ഈ വയറുവേദനയുടെ കൂടി ഈ ചിലപ്പോൾ ലൂസ് മോഷനും പിന്നെ അല്ലെങ്കിൽ മലബന്ധം, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ എക്സ്ട്രീംസിന് അവരുടെ വർക്കിങ്ങിൻ്റെ ആൾക്കാരുടേത്, പിന്നെ അവർക്ക് ഈ വർക്കിൽ സ്ട്രെസ്സ് കൂടാതെ ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടാകും. കുറേ കൂടി ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ മാരേജിലുള്ള പ്രോബ്ലംസും പിന്നെ മണി കുറച്ച് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് അവർക്ക് കൂടുതലും ഈ സ്ട്രെസ് റിലേറ്റഡ് ആണ് കൂടുതലും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ എല്ലാം കൂടുന്നതായിട്ടുണ്ട്. സോ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നതെല്ലാം അവർ വരുന്ന നമ്മുടെ ഒപ്പിലിട്ട് വരുന്ന വയറുവേദന, ലൂസ് മോഷൻ അല്ലെങ്കിൽ മലബന്ധം, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ബട്ട് പിന്നെ ഏറ്റവും അങ്ങ് എക്സ്ട്രീംസ് നമുക്ക് പ്രായമുള്ളവർക്ക്, ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നോക്കുമ്പോൾ ഈ യങ്സ്റ്റേഴ്സ് എല്ലാം ദേ ലീവിങ് കേരള, ദേ ഗോയിങ് ഔട്ട് ഓഫ് ഇന്ത്യ ഓൾസോ മോസ്റ്റ്ലി. സോ ഈ പ്രായമുള്ളവരെല്ലാം ദേ ആർ ഐസൊലേറ്റഡ് ടു ദ ഹൗസ്. അവർ പണ്ട് ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ആണ് അവർ ശീലമുള്ളത്. അപ്പോൾ ദേ എക്സ്പെക്റ്റ് റിലേറ്റീവ്സായിട്ട് ഉണ്ടാവും, മീൻസ് അങ്ങനെയുള്ള ഇൻട്രാക്ഷൻസൊക്കെയാണ്. അങ്ങനെ വളർന്നവർ അവർക്ക് പ്രായമാകുമ്പോൾ അവർ ഒറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു സ്പൗസ് മരിച്ചവരായിരിക്കും. സോ അവരൊറ്റയ്ക്കൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അവർക്ക് കൂടുതലും ചിന്ത വരുന്ന ആരുമില്ലാതെയാണ്, പിന്നെ മീൻസ് ഇനി എന്തിനാണ് ജീവിക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതലും ഡിപ്രഷനിലാണ് വരുന്നത്. സോ വെൻ ദേ കം ടു നമ്മുടെ ഒപ്പിലോട്ട് വരുമ്പം അവർ കൂടുതലും ഈ വയറുവേദന അല്ല മലബന്ധമായിട്ട് നമ്മൾ ആയിരിക്കാണ്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. യു സിറ്റ് ആൻഡ് ടോക്ക് ടു ദം. ഒരു മിനിറ്റ് അവരോട് വേറെ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഇവാലുവേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അവരോട് ഒരു കാര്യം ചോദിച്ചാൽ മതി, അമ്മച്ചേക്ക് മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ, ഓൺ ദ സ്പോട്ട് അവർ കരഞ്ഞു തുടങ്ങും. ദേ വിൽ ഓപ്പൺ അപ്പ് ലൈക്ക് എനിത്തിങ്. അവരോട് ഇനി പിള്ളേരില്ല നോക്കാൻ, എൻ്റെ പിള്ളേർ അടുത്ത് വിളിച്ച ഫോൺ കിട്ടൂല, രാത്രി സംസാരിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, പേടിയാണ്, ഇതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ മാനിഫെസ്റ്റിംഗ് ആസ് വൺ ഓഫ് ദ പ്രസൻറ്റേഷൻസ് ഇൻ നമ്മുടെ ഒപ്പിയിലോട്ട് വരുന്നത്. സോ ഇറ്റ്സ് വെരി കോമൺ നൗ. സോ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വി ക്യാൻ ഓൾവേസ് പറയുന്ന ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് ഭയങ്കര ഒരു കണക്ടിവിറ്റിയാണ്. അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി 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 കോമൺ പ്രോബ്ലം അല്ലേ? യെസ്, വെരി കോമൺ. എവ്രി വൺ, കുട്ടികളുടെയും ഇതിലുമൊക്കെ ആയിട്ട്. എനിക്ക് ഇപ്പം നമ്മൾ അത് ഈ ഗട്ട് ബ്രെയിൻ പറഞ്ഞതുപോലെ നമ്മൾ കുഞ്ഞിലെ ഈ ഈറ്റിംഗ് ഹാബിറ്റ്സ് അത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട വല്ല നെസസിറ്റി ഉണ്ടോ? ആ ഗുഡ് ഹാബിറ്റ്സ്, ഐ എം നോട്ട് ലൈക്ക്, ഞാൻ പറയുന്നില്ല പെർഫെക്റ്റ് ആവണം, എക്സ്ട്രീംസ് ആവണം എന്നൊന്നുമല്ല, ഒരു നോർമലായിട്ടൊരു ബെസ്റ്റ് പ്രാക്ടീസസ് വേണം ഉണ്ടല്ലോ. അപ്പോൾ അതും ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന്. പൊതുവേ ഞാനൊരു കുറച്ച് ടിപ്സ് ഞാൻ പറയാൻ വേണ്ടി, നമ്മൾ ഫുഡിൽ എപ്പോഴും നമുക്ക് ഈ പ്ലാന്റ്സ് കുറച്ച് എന്താണ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കൂടാതെ നമുക്ക് നട്ട്സ്, പിന്നെ സീരിയൽസ്, ഇതെല്ലാം കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ സെയിങ് ദാറ്റ് യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഇൻക്ലൂഡ് 4 to 5 പ്ലാന്റ്സ് പെർ ഡേ.
പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം ആണ്, പച്ചക്കറിയും കൊടിയും നട്ട്സും എല്ലാം ഇൻക്ലൂഡ് ആണ്, എല്ലാം. എല്ലാം ഇൻക്ലൂഡ് ആണ്. സോ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ നമുക്ക് ഒരു പ്രോബയോട്ടിക് എഫക്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ല, ഈ വെജിറ്റബിൾസിനും ഹൈ ലെവൽ ഓഫ് പ്രോബയോട്ടിക്സ് ഉണ്ടല്ലേ? നമ്മളത് ബ്രേക്ക് ഡൗൺ ആയി പോയിട്ട് നമ്മുടെ ചെറുകുടലിലോട്ട് പോകുമ്പോൾ നമ്മുടെ വൻകുടലിലാണ് ഈ ബാക്ടീരിയ മൈക്രോബ്സ്, ഇറ്റ് മീൻസ് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എല്ലാം ഉണ്ട്. സോ ഇറ്റ് ബ്രേക്സ് ഡൗൺ ദിസ്. അത് ഫെർമെന്റഡ് ആവാം. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് അത് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഹെൽത്തി ഫുഡും അല്ലെങ്കിൽ നമ്മൾ നന്നായി കഴിച്ചുണ്ടാക്കുന്ന എല്ലാ ഹെൽത്തി ഫുഡും നമ്മുടെ വയറിലോ കുടലിലോ ഉള്ള കൃമികൾക്കുള്ള ഒരു ഫുഡും കൂടെയാണ്. അവർക്കും ന്യൂട്രീഷനാണ്. നമുക്ക് ഇവരുടെ ഈ ഇത് കാരണം, ഈ മെറ്റബോളൈറ്റ്സ് കാരണമാണ് നമ്മുടെ എഫക്റ്റ് കുറേയൊക്കെ നമ്മുടെ ശരീരത്തിൽ. കൂടാതെ നമ്മുടെ വൈറ്റമിൻസും മിനറൽസും എല്ലാം അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവുന്നത്. ദാറ്റ് ഇസ് വൺ തിങ്. സോ ഇതിൻ്റെ എഫക്റ്റൊക്കെ വരുമ്പോൾ എന്താ നമ്മൾ കുറേ കൂടെ നമ്മുടെ ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഈ സെറോട്ടോണിൻ, ഡോപ്പമിൻ, അമിനോബ്യൂട്രിക് ആസിഡ്, ഇതെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. ഇത് പോയി നമ്മുടെ തലച്ചോറിൽ അഫക്റ്റ് ചെയ്യും. മാഡത്തിന് ഡു യു നോ ദാറ്റ് 95% ഓഫ് ദിസ് ഹാപ്പി ഹോർമോൺ സെറോട്ടോണിൻ ഇസ് പ്രൊഡ്യൂസ് ഇൻ ദ ഗട്ട്. സോ അങ്ങനെ വരുമ്പോൾ ദ മേജർ അപ്പോൾ അതിന് ഡോപ്പമിനൊക്കെ സെറോട്ടോണിനൊക്കെ കുറയുമ്പോഴാണ് ആൾക്കാർ കൂടുതലും ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. പല പല മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അല്ല, അപ്പം അത് നമ്മളെ കുറേയൊക്കെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കൂടുതലും ഈ ഫുഡിൻ്റെ നമ്മൾ ഈ പ്ലാന്റ് ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ വെറൈറ്റിയിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് കൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ ബോഡി ബിൽഡിങ് കാര്യങ്ങളൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ, ബട്ട് നമ്മൾ കൂടുതൽ വെറൈറ്റീസാണ് നമ്മൾ കൂടുതൽ വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് എവറിത്തിങ് ഡിഫറെന്റ്. അപ്പോൾ നമുക്ക് മടുക്കത്തില്ല. പിന്നെ സീസണലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾവേസ് ബി പ്രാക്ടിക്കൽ. പിന്നെ നമുക്ക് ഈ പ്രോബയോട്ടിക്സ് നമുക്ക് ഫുഡിൽ അല്ലാതെ നമുക്ക് നമ്മളിപ്പോൾ ഈ യോഗട്ടിലുണ്ടാവും. പിന്നെ നമ്മൾ പഴയകാലത്ത് എല്ലാവരും ഈ പഴങ്കഞ്ഞി കഴിക്കുന്നത്, ദാറ്റ് ഇസ് ഓൾ ഗുഡ് സോഴ്സ്. നമ്മളിപ്പോൾ വൈറ്റമിൻ B12 കുറേ വൈറ്റമിൻസ് കുറേയൊക്കെ ഭയങ്കര റിച്ച് സോഴ്സൊക്കെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ലോകത്തിൽ ഇപ്പോൾ സ്റ്റഡീസ് നടത്തുമ്പോൾ വൺ ഓഫ് ദ ടോപ്പ് മീൻസ് ന്യൂട്രീഷണൽ ഫുഡിൽ പഴങ്കഞ്ഞി ഇൻക്ലൂഡാണ്. ഡെഫിനറ്റ്ലി. അല്ല, ഈ ചൈനീസും ഒരുപാട് കഴിക്കില്ലേ കഞ്ഞി? അതും റാമൻ പോലത്തെ അല്ല, അവരുടെ ഈ ചൈനീസിലൊക്കെ ഉണ്ട് കൊഞ്ചി. നമ്മുടെ കഞ്ഞി തന്നെയാണ്, പക്ഷേ അവരത്രയും അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ചൈനീസിന്റെയും അല്ലെങ്കിൽ ജാപ്പനീസിന്റെ ഒക്കെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നത് മേ ബി ബിക്കോസ് ദേ ആർ ഈറ്റിംഗ് അങ്ങനത്തെ ഒരു കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ദേ ഹാവ്, അതും കൂടെ ഉണ്ട്. ദാറ്റ് ഇസ് എ തിങ്. അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ എ ഗുഡ് തിങ്. പക്ഷെ ഇപ്പോൾ ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹാസ് ഇറ്റ്. സോഷ്യൽ സ്റ്റിഗ്മയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് അല്ലേ കഞ്ഞി റെഗുലറായിട്ട് കഴിക്കരുത്. ബട്ട് ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ ഫുഡിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഫിഷിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ സാൽമൺ, നമ്മുടെ സാധാരണ മത്തി, അയില, ഇതൊക്കെ ഗുഡ് സോഴ്സ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് വെരി നമ്മൾ റിച്ച് സോഴ്സ് ഓഫ് ഒമേഗ 3 ഫാറ്റി. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് ഈ ഫ്ലക്സ് സീഡ്സോ ചിയ സീഡ്സോ അല്ല ഫ്ലക്സോഡ് ഓയിലോ കനോൾ ഓയിൽസ്, ദാറ്റ് ഇസ് ഓൾ മോർ നല്ല ഗുഡ് സോഴ്സ് ഓഫ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. പിന്നെ വാട്ട് ടു അവോയ്ഡ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ റെഡ് മീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എല്ലാവരും പറയുന്നത് ഇപ്പോൾ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുമ്പോൾ കോളൻ ക്യാൻസർ കൂടുതലായിട്ട് വരും. ബട്ട് നമ്മൾ നോക്കുമ്പോൾ ദർ ആർ സം വീഡിയോസ് ഓൾസോ ബ്രോഡ്കാസ്റ്റിംഗ് ദാറ്റ് കീറ്റോജനിക് ഡയറ്റ് കഴിഞ്ഞിട്ട് കുറേ പേരുടെ സോറിയസസ് കുറഞ്ഞു, കുറേയുടെ ഗം പ്രോബ്ലംസ് കുറഞ്ഞു, കുറേയുടെ മെമ്മറി കൂടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ബട്ട് അതിനൊരു കൺസിസ്റ്റൻസി ആയിട്ടില്ല, ആ റിപ്പോർട്ടൊന്നും ഇല്ല. ബട്ട് ദേ മേ ബി എ ബെനിഫിറ്റ്. ബട്ട് സ്റ്റിൽ നമ്മൾ റെഡ് മീറ്റ് പൊതുവേ കുറയ്ക്കണം. അതിപ്പം പല റേഞ്ചസിലും പറയുന്നുണ്ട്. ചിലരൊക്കെ പറയുന്ന ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ കഴിക്കാൻ പാടുള്ളൂ, ഒരു 300-500 മില്ലിഗ്രാംസ് മാത്രം കഴിക്കാൻ പാടുള്ളൂ. അത്രയും കുറഞ്ഞ അതിനവർ പറയുന്നുണ്ട് സ്റ്റഡീസ്, മോർ ഇൻ ഫേവർ ഡയറ്റീഷ്യൻസിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ഈ പ്രൊസസ്ഡ് മീറ്റിനകത്ത് അതിൻ്റെ ദൂഷ്യങ്ങളുണ്ട്. അതിന് ആഡ് ചെയ്യുന്ന മറ്റേ പ്രിസർവേറ്റീവ്സ്, അഡിറ്റീവ്സ്, ഇതെല്ലാം കുടലിൽ പോയി അഫക്റ്റ് ചെയ്ത് നമ്മുടെ അന്നത്തുള്ള ഈ മൈക്രോബ്സ് അന്നത്ത് പോയി നമ്മുടെ ശരീരത്തിൽ കയറത്തുമില്ല, ഉള്ള മൈക്രോബ്സും കൂടുതൽ കേടാക്കുകയും ചെയ്യും. ഈ emulsifiers അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറയാൻ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കുടലിലെ ഒരു ലൈനിങ് ഉണ്ട്, അത് കുറഞ്ഞു പോകും, അത് ബ്രേക്ക് ആവും. അപ്പോൾ അതിനകത്ത് കൂടുതലും ഡാമേജ് വന്നുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ക്യാൻ ഓൾ ഇത് പ്രശ്നമുള്ള ടൈപ്പിലാണ്. പിന്നെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, ഇത് ആക്ച്വലി അവർ വിചാരിക്കും ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാമെന്ന്, പക്ഷെ അല്ല. ഇത് ആക്ച്വലി നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടുകയാണ്. സോ നമുക്ക് വിശപ്പ് കൂടും, അപ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കും.
ഓക്കെ ഓക്കെ, അതാണ് കൂടുതൽ കഴിക്കും. കഴിക്കും. ആ ഹാ ഹാ ഹാ. പിന്നെ എല്ലാവരും ഈ കുറേയൊക്കെ ഈ കാലറീസ് കൗണ്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് നോക്കുമ്പോൾ ഒരു ഏകദേശം 340 കാലറീസ്. അപ്പോൾ അതിലെന്തോ അത് നോക്കിയിട്ട് അങ്ങനെ കാര്യമില്ല. അതിന് ഈക്വലായിട്ടുള്ള നല്ലൊരു സീരിയൽസ്, കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ അത് നോക്കി കഴിച്ചുകൂടെ. ഇത് മാത്രം കഴിച്ചുകൊണ്ട് ഞാൻ വേറെ ഒന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി അതൊക്കെ മാറ്റണം. പിന്നെ കുറേ കൂടി നമ്മൾ വീഡിയോസ് നോക്കുമ്പോൾ കുറേ ഈ ഫാറ്റ് ഡയറ്റ്സ്, ഡീടോക്സ് ഡയറ്റ്സ്, ഇതൊക്കെ ഓക്കെ എക്സ്ട്രീംസ് പോകണം. പക്ഷേ ഒരു ഗുഡ് മീലിൻ്റെ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അതിൽ നഷ്ടപ്പെട്ടു പോകണം. അതിന് നമുക്ക് ബോഡിയിൽ നമുക്ക് വേണ്ടതുള്ളതും എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് അതിലോട്ട് പോകുന്നത്. സോ ദ ന്യൂട്രീഷണൽ വാല്യൂ വി ആർ നോട്ട് ഗെറ്റിംഗ് ഫ്രം ദീസ് വാട്ട് യു സേ സ്പെഷ്യൽ ഡയറ്റ്സ്. Yeah, but അതിന്ന് then കിട്ടുന്നില്ല. അതിന് ഭയങ്കര like lot of people follow it, no? അതെ. It's got a huge impact. കീറ്റോ ഡയറ്റ്, ആറ്റ്കിൻസ്, മെഡിറ്ററേനിയൻ ഡയറ്റ്, ഇതൊന്നും നമ്മുടെ അല്ല. ദേ ആർ നോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ ഡയറ്റ് അല്ല. പക്ഷേ ഇതിനൊക്കെ ഇപ്പം ഒരു ഷോർട്ട് ടേമിൽ ഒരു കീറ്റോ ഡയറ്റ് ഫോർ എ പർപ്പസ് ഓഫ് വെയിറ്റ് ലോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത്. That is okay. പക്ഷേ A ഇത് minimal time. ഇതൊന്നും ലോങ് ടേമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് നോട്ട് ഹെൽത്തി ഫോർ അവർ ലിവർ ഓർ കിഡ്നീസ്. ഇത് ഒരിക്കലും നല്ലതല്ല. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ചെല്ലുന്നത് ഒരിക്കലും നല്ലതല്ല. ഒരുപാട് രീതിയിൽ അത് ഗട്ടിനെയും ഭയങ്കര മോശമായിട്ട് Effect. എഫക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും. Yeah, അതായത് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. And അത് നിർത്തി കഴിഞ്ഞ് പെട്ടെന്ന് പിന്നെയും add back നോർമലിലേക്ക് വരുമ്പം പിന്നെയും അതിന്റെ ഇരട്ടിയായിട്ട് അവർ വെയിറ്റ് കൂടുകയാണ്. ആഡ് ബാക്ക് ചെയ്യും. അല്ല ഞാനത് ഓക്കെ മേ ബി ലൈക്ക് എല്ലാ സെഷൻസും പറയാം. ആസ് എ മദർ ഓൾസോ വാട്ട് ഐ വോണ്ട് ടു സേ ഇസ് ലൈക്ക് ഐ ഹാവ് 3 daughters ആൻഡ് ഞാൻ കൊച്ചിലെ അവരെ വളർത്തിയിരിക്കുന്ന വളരെ നോർമലായിട്ടാണ്, വളരെ നോർമലായിട്ട്, ലൈക്ക് സാധാരണ ഹൗ എ പേഴ്സൺ വുഡ് കം അപ്പ്. ഈവൻ എല്ലാ ഫെസിലിറ്റീസ് അവർക്ക് കിട്ടാനുള്ള ഇതുണ്ടെങ്കിലും, ബീറ്റ് ഫുഡ്, ബീറ്റ് എനിത്തിങ്. ഇപ്പോൾ അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ വെൽ ഡ്രസ്ഡ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ഞങ്ങൾ വളരെ നോർമൽ ഫുഡേ കഴിച്ചുള്ളൂ. ഈ നമ്മൾ മലയാളി ഫുഡ് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, കടല, ഓക്കെ കുറച്ചും കൂടെ എക്സെപ്റ്റ് കുട്ടികളാകുമ്പോൾ അവർക്ക് ഹൈപ്പറുണ്ട്, അല്ലെങ്കിൽ ഇഡ്ഡലി, സാമ്പാർ, എഗ്ഗ് കൊടുക്കും, അത്രയേ ഉള്ളൂ. നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റിന് അധികം ഇല്ല. ബട്ട് ദെൻ ലഞ്ച് അതേപോലെ ദെൽ ബി എ പോർഷൻ ഓഫ് ഫിഷ്, ദെൽ ബി വെജിറ്റബിൾസ്, ദെൽ ബി പ്രോട്ടീൻ, എല്ലാം ഉണ്ടാവും. ഡിന്നറും റെഗുലർ ഡിന്നർ. ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കിട്ടാനാണ് മാം പാട്. അതായത് ഇത് എങ്ങനെ ഒരു ദിവസത്തെ ഇതിലിപ്പം ഈ വർക്കിംഗ് പോപ്പുലേഷനൊക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടതായിരിക്കും. ഹൗ ടു ഇൻകോർപ്പറേറ്റ് ഓൾ ദിസ് ഇതൊരു ഡയറ്റാക്കി No, I have been working for 31 years. നമ്മളൊരു IT സെക്ടറിന്റെ അടുത്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഉള്ളത്. നമുക്ക് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിൽ ബി വർക്കിംഗ് ആൻഡ് ദ ചൈൽഡ് മൈറ്റ് ബി ഗോയിങ് ടു ടേക്ക് കെയർ, അങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പിലായിരിക്കും. ഇവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ആക്കുക എന്നുള്ളതാണ്. ആൻഡ് അവരുടെ മെയിൻ കൺസേൺ ഇസ് ദാറ്റ് ഞങ്ങൾക്ക് കൊച്ചിനെ വേഗം ഫീഡ് ചെയ്ത് സ്കൂളിൽ വിടണം, ഈ ഒരു സമയത്തിനുള്ളിൽ എന്തെങ്കിലും കഴിപ്പിച്ച് വിടണം, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നത്. അപ്പം അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഫോൺ കാണിക്കുന്നു, വീഡിയോ കാണിക്കുന്നു. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ടൈമാണ് ഇത് എല്ലാവർക്കും ഇതാണ്. സോ ഐ യൂസ് ടു ടെൽ ദം, എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. അത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കുറവൊന്നുമില്ല. പക്ഷേ ഈവൻ ദെൻ അവരുടെ സ്ട്രഗിൾ ഇസ് ദാറ്റ് ജോലിക്കും പോകണം, ഇത് ഫീഡ് ചെയ്യണം. അപ്പോൾ ഈ കുട്ടികൾക്ക് ഭയങ്കരമായ ഒരു ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് കിട്ടും. ആൻഡ് നമ്മുടെ അടുത്ത് വരുന്നത് കോൺസ്റ്റിപ്പേഷനായിട്ടാണ്. ഇനി എന്ത് ചെയ്യും? 3 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ ആകുമ്പോഴാണ് പോണത്. ഈ മാനുവലി നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എങ്ങനെ ഇവർക്ക് ഈ ഒരു ഡയറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈസിയർ വേ? അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഡയറ്റീഷ്യനോട് എപ്പോഴും നമ്മൾ പറയും, ഇപ്പം കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ഈസിയർ വേ ടു ഇൻകോർപ്പറേറ്റ് ഓൾ ദിസ്. അപ്പം അതായത് നല്ല ഫൈബറുള്ള സാധനം ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ദേ മൈറ്റ് ഈറ്റ്. അതന്നെ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഇവരിലേക്ക് ഡയറ്റ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ ഈ മലം പോകാനായിട്ട് നമ്മൾ ലാക്സേറ്റീവ് കൊടുക്കേണ്ടി. ഈ ഡയറ്റ് കൂടാതെ വി ഷുഡ് ബി ഓൾസോ എംഫസൈസിങ് നമ്മൾ കൂടുതലും എക്സസൈസ്. പീപ്പിൾ സേ ദാറ്റ് ഫുൾ ടൈം എൻഗേജ്, ജോലി കാരണം എൻഗേജ്, ബട്ട് യു ഷുഡ് പ്രയോറിറ്റൈസ്. നമ്മുടെ ഹെൽത്താണ് നമ്മൾ തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ്. സോ അതിനായിട്ട് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് ഒരു ദിവസം ചിലവാക്കണം. അത് രാവിലെ ടൈം എടുത്ത് നമ്മൾ റെഗുലർ റൂട്ടീൻ, നമ്മളിപ്പം കഴിക്കുക, ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പോലെ അതും കൂടി ഇൻക്ലൂഡ് ആക്കിയാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇറ്റ് ഓൾസോ നമ്മുടെ ബോഡിയിൽ അത് നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റ് ലിവർ കൺട്രോൾ ആക്കുന്ന കൂടാതെ ഇറ്റ് ക്യാൻ ഓൾസോ സ്റ്റിമുലേറ്റ് മീൻസ് നമ്മുടെ ഹോർമോൺസ്. അപ്പോൾ അതൊക്കെ ഫീഡ് ചെയ്ത് നമ്മുടെ ബോഡി കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് നമ്മൾക്ക് കുറച്ചും കൂടി ആങ്സൈറ്റി കാര്യങ്ങൾ, വർക്ക് സ്ട്രെസ് എല്ലാം നമുക്കൊന്ന് ഡീൽ ചെയ്യാനും പറ്റും. പിന്നെ ഉള്ള സ്ലീപ്പ്, ഉറക്കം പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാവർക്കും വേണം. ടൈംലി ആഡിക്വേറ്റ് സ്ലീപ്പ്.
ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് സ്ലീപ്പ് നമ്മുടെ കുറച്ച് ഡിസ്റ്റർബ് ആകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ നമുക്ക് എണീക്കുമ്പോൾ ദേഷ്യവും കാര്യം ഭയങ്കര ഭയങ്കര ഇറിറ്റേഷൻ, ആ ദിവസം productivity, മൊത്തം ഭയങ്കര. നശിച്ചു പോയി. And, പിന്നെ അത് കൂടാതെ നമുക്ക് ആവശ്യം ടെൻഷനും കൂടും, പിന്നെ പ്രഷറും കൂടും, എല്ലാം കൂടും. ഇല്ല, ഈ സ്ലീപ്പിന്റെ ഡ്യൂറേഷനിലുപരി മാം അത് നമുക്ക് പേഷ്യൻസ് വരും, അവർ പറയും ഡീപ് സ്ലീപ്പ് എത്ര ഉറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 6 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കാറുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പം ഈ 6 മണിക്കൂർ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ആൻസർ ഇല്ല. അതായത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഭയങ്കര മോശമായിരിക്കും. ഇവർക്ക് you ഈ should need the ഡ്യൂറേഷൻ deep, ഡേൾട്ടൽ ഐ ഫീൽ ഇപ്പം ഇവരുടെ ഒരു ഷിഫ്റ്റ് ഓഫ് ജോബ് അതെല്ലാം അതിനൊരു കാരണമാണ്. ഈ പല ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർ ചില ദിവസം രാത്രി തൊട്ട് രാവിലെ വരെ മാറി മാറി വരുമ്പം ഈവൻ ബോഡിയുടെ ഒരു ഇത് ബയോളജിക്കൽ ക്ലോക്ക് ഇസ് ഗെറ്റിംഗ് കൺഫ്യൂസ്. ഇത് എവിടെ ഇവൻ എപ്പോഴാണ് ഉറങ്ങേണ്ടത്, ഇവൻ എപ്പം കഴിക്കുമെന്നുള്ളത് നോബഡി നോസ്. അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റിൽ വലിയ മാറ്റമുണ്ട്. ആൻഡ് ഇവരുടെ ഒന്നും ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇസ് നോട്ട് ബെറ്റർ. അപ്പം ഒരു 11 o'clock ടു അറ്റ്ലീസ്റ്റ് 6 o'clock വരെയൊക്കെ നന്നായി ഉറങ്ങാൻ പറ്റിയാൽ തന്നെ നെക്സ്റ്റ് ഡേ ഈസ് പ്രൊഡക്റ്റീവ്. അത്രയും കിട്ടിയാൽ മതി നമുക്ക്. പക്ഷേ അതിന് പറ്റൂല. ഈ പ്രത്യേകിച്ച് രാത്രി നമ്മുടെ ഈ എല്ലാം ഫോൺസിലാണ് നമുക്ക് ഇൻഫർമേഷൻസ് വരുന്നത്. ഇവൻ ജോലിയുടെ ആണെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും പേഷ്യൻസിൻ്റെ ആണെങ്കിലും റിപ്പോർട്ട്സ് ആണെങ്കിലും എവറിത്തിങ് കംസ് ഓൺ ദ ഫോൺ. അപ്പോൾ ഫോൺ മാറ്റി വെച്ച് നമുക്ക് ഒരു ഇത് ചിലപ്പം പറ്റില്ലായിരിക്കും. പക്ഷേ ഇത് വന്ന് നമ്മൾ ബ്രെയിൻ അപ്പം തന്നെ സ്റ്റിമുലേറ്റഡ് ആണ്. അപ്പോൾ രാത്രി നമ്മൾ 11 മണിക്ക് കിടന്നാലും ഈ സ്റ്റിമുലസ് ഇസ് റണ്ണിങ്, കീപ്പിംഗ് ഓൺ റണ്ണിങ്. അപ്പം നമ്മുടെ ഉറക്കം ശരി, എന്നാലും വി ട്രൈ ടു ഡൂ ദാറ്റ്. ഇത് മാറ്റി വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങാനായിട്ട് നോക്കും. ആൻഡ് സ്ലീപ്പ് ഹാസ് എ വെരി ബിഗ് റോൾ. അത് ചെയ്താൽ ഉറങ്ങിയാൽ അടുത്ത ദിവസം ഗട്ട് ഇസ് ഗുഡ്. അതും കൂടി വി ഷുഡ് ഫൈൻഡ് ടൈം ഫോർ അവർ സെൽഫ്, ഒരു മീ ടൈം where we keep ourselves disengaged from other things. Absolutely. And keep Everything, prioritized. literally everything. Everything. You have to have connect with yourself, do the best. പിന്നെ ഒരു ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഇപ്പോൾ ന്യൂ ജനറേഷൻ്റെ ടെൻഡൻസി വെരി ലേറ്റ് നൈറ്റ് ഈറ്റിംഗ്. ദാറ്റ്സ് ഓൾസോ വെരി ബാഡ്, നോ? എക്സ്ട്രീംലി ബാഡ്. ഗട്ടിനും ഇതിനുമൊക്കെ അല്ലേ, ഭയങ്കര മോശമല്ലേ? കിടന്ന് ഉറങ്ങും. ആൻഡ് മോസ്റ്റ്ലി 90% ഇറ്റ് വിൽ ബി ഔട്ട്സൈഡ് ഫുഡ്. ഇത് മാം നമ്മളിപ്പം നമ്മുടെ പേഷ്യൻസിനോട് എപ്പോഴും നമ്മൾ പറയും, ഒരു ഹെൽത്തി ടൈം ഫോർ ഈറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി, ഇതാണ് ഏറ്റവും നല്ലൊരു ഹെൽത്തി ടൈം ഓഫ് ഈറ്റിംഗ്. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സും എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഇതാണ്. അതായത് ഒരു ശരാശരി ആൾ എടുത്തു കഴിഞ്ഞാൽ 9 മണിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് 1 മണിക്ക് ഊണ് കഴിക്കും, വൈകുന്നേരം 4 മണിക്ക് ഒരു ചായ കുടിക്കും, രാത്രി 8 മണിക്ക് ഡിന്നർ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ 4 മണിക്കൂറും എന്തെങ്കിലും നമ്മുടെ വയറിലേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ ഒരു പേഷ്യൻറ്റിനോട് പറഞ്ഞ 4 മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, അതൊക്കെ നടക്കുമോ? അപ്പം നമ്മളിങ്ങനെ പറയും, ഒരാൾ സാധാരണ കഴിക്കുന്നതാണ്. അപ്പോൾ എവറി 4 hours എന്തെങ്കിലും നമ്മുടെ പോകുന്നുണ്ട്. എനിത്തിങ് യു ഈറ്റ് ബിയോണ്ട് 8 o'clock, 8 മണിക്ക് ശേഷം നമ്മൾ കഴിക്കുന്നതിന് ദഹിപ്പിക്കാൻ ആരും ഇരിക്കുന്നില്ല. നമ്മുടെ വയറും ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഡേ എക്സോസ്റ്റഡ് ആണ്. നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് കുറഞ്ഞു, അവർക്കും റെസ്റ്റ് വേണം. അപ്പം രാത്രി 8 മണിക്കും 10 മണിക്കും ഈ അൽഫാമും കുഴിമന്തിയും തിന്നു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ആൻഡ് ഇത് ദഹിക്കാത്ത വയറുകൊണ്ടാണ് അവർ പോയി കിടന്നുറങ്ങാൻ പോകുന്നത്. ഒരു 9 മണിക്കോ 10 മണിക്കോ ഒരു നല്ലൊരു ഹെവി ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് 11 മണിയാകുമ്പം പോയി കിടക്കുവാണ്. ആൻഡ് ഇഫ് അറ്റ് ഓൾ ഹീ സ്ലീപ്സ്, പുള്ളി ഉറങ്ങിയെന്ന് തന്നെ വിചാരിക്കട്ടെ, ഉറങ്ങിക്കഴിഞ്ഞാൽ ദഹനം സ്റ്റോപ്പ്. അപ്പം ദഹിക്കാത്ത ഭക്ഷണം കൊണ്ടാണ് ഇദ്ദേഹം രാവിലെ എണീക്കാൻ പോകുന്നത്. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഞാൻ പല്ല് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കാനും വരുന്നു, രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുന്നില്ല, നോസിയേറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഈ ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് ആണ്. അത് ഡൈജസ്റ്റ് ആവില്ല, അത് ഡൈജസ്റ്റ് ആകാതെ തന്നെ കിടക്കും. സോ ഇഫ് അറ്റ് ഓൾ ആരെങ്കിലും ചോദിച്ചാൽ ഒരു ഹെൽത്തി ടൈം ഫോർ ഈറ്റിംഗ് ഇസ് ഓൾവേസ് 8 AM to 8 PM. അതൊരു 12 hours കീപ്പ് ചെയ്യുക, അതിനുള്ളിൽ കഴിക്കുക. ആൻഡ് രാത്രി അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഷിഫ്റ്റിനുള്ളവരോടൊക്കെ പറയും, കീപ്പ് എ ബൗൾ ഓഫ് ഫ്രൂട്ട്സ്, ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ നട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ആ സമയത്ത്. പക്ഷേ നിങ്ങളുടെ ഡിന്നർ ഷുഡ് ഫിനിഷ് ഓഫ് അറ്റ് ദിസ് ടൈം. By 8 o'clock and all. അതുപോലെ തന്നെ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം രാത്രി ഒഴിവാക്കുക. ലൈക്ക് കോഫി, കഫീൻസ് അങ്ങനെ അടങ്ങുന്നതൊക്കെ രാത്രി ഒഴിവാക്കിയില്ലെങ്കിൽ അവരുടെ സ്ലീപ്പ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്നുള്ളത്. ടൈം ഫോർ സ്ലീപ്പിംഗ് ഇസ് 8 to 8. അതുപോലെ മാം അത് ചിലപ്പം ഒന്ന് ലേൺഡ് ബിഹേവിയർ ആണ്. ലൈക്ക് അവർ ഇതൊരു ശീലമായിട്ട് മാറിയതായിരിക്കും, സ്ഥിരം അങ്ങനെ കഴിച്ച്. അതുപോലെ തന്നെ മേ ബി ഈ ഇത് അവർക്കൊരു ഹെൽത്തി കോപ്പിംഗ് പാറ്റേൺസ് അറിയാൻ വയ്യാത്തത് കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അങ്ങനെ ഒരു ഇതായിട്ടും ചിലപ്പം ഈ ഒരു ഈറ്റിങ്ങിനെ ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നത് ഒരു ബേസിക് കൾച്ചർ. പക്ഷേ ഐ തിങ്ക് ജനറലി നല്ലൊരു അത്യാവശ്യം എഡ്യൂക്കേഷൻ, എവറിബഡി എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ കുറേയും കൂടി ഒരു സെൻസിബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഈ സിസ്റ്റംസ് ഒക്കെ എല്ലാം ഫോളോ ചെയ്ത് പോകുന്നതാണ് അല്ലേ? ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ജനറലി വി ഓൾ. സോ ഇപ്പം നമുക്കിപ്പോൾ കുറേ കൂടി സൈക്കാട്രിക് ഇഷ്യൂസൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഹൗ വിൽ യു മീൻസ് നമ്മൾക്ക് ഈ മരുന്നൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഹോർമോൺസ് എങ്ങനെ നമുക്കൊന്ന് എലിവേറ്റഡ് ആയിട്ട് ആവശ്യമുള്ള മീൻസ് ഹാപ്പി ഹോർമോൺസും കാര്യങ്ങളും എല്ലാം എങ്ങനെ മരുന്ന് കഴിക്കാൻ എല്ലാവർക്കും പാടാണ്. അത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടുന്നത് പേഷ്യൻറ്റിനോട് ഈ ഒരു സൈക്കാട്രിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പണൻ്റ് ഉണ്ട് നിങ്ങളുടെ അസുഖത്തിനെന്ന് പറയുകയും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു അക്സെപ്റ്റൻസ് ഇല്ല എന്നുള്ളത് സത്യമാണ്.
അപ്പോൾ ഓക്കെ. അപ്പോൾ സൈക്യാട്രിസ്റ്റ് വേഴ്സസ് സൈക്കോളജിസ്റ്റ് എന്നായിരിക്കും അവരുടെ ഇത്. സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ ഓക്കെ, അത് മരുന്ന് തരും, മരുന്ന് കഴിക്കേണ്ടി ഞാൻ വരും. Psychologist and ആൻഡ് തിങ് ഇസ് ദാറ്റ് ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ ഞാൻ ജീവിതകാലം മൊത്തം കഴിക്കണ്ടേ, അതാണ് അടുത്ത ചോദ്യം. ഇത് കഴിക്കാതെ പറ്റൂല. ഞാൻ അവരോട് ചോദിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗർ വന്നാൽ നിങ്ങൾ കഴിക്കൂലേ? അതെ. അത് കഴിക്കും. അപ്പോൾ അതേപോലെ തന്നെ കഴിക്കേണ്ട ഒരു മരുന്നാണെങ്കിൽ കഴിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ എന്തിനാണ് സൈക്യാട്രി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രോഗികൾക്ക് പോകാൻ? അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. സൈക്യാട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടാബു ആണ്. അല്ല, മണിച്ചിത്രത്താഴിലെ മറ്റേ ഈ പുള്ളിക്കാരത്തിയാണ്, ശോഭനയാണ്, അങ്ങനെ വാളും കൊണ്ട് നടന്നാൽ മാത്രമല്ല അവരെല്ലാം രോഗികൾ. അതെ അതെ പക്ഷെ വി ഹാവ് ദറ്റ് കൺസെപ്റ്റ്, അങ്ങനെയുള്ളവരാണ് എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അല്ല. അപ്പം സൈക്യാട്രിസ്റ്റ് വേഴ്സസ് സൈക്കോളജിസ്റ്റ് ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഞങ്ങളുടെ പേഷ്യൻറ്റിനെ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ മുഖം ഇങ്ങനെ ആവും. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഓക്കെ ഫൈൻ, കൗൺസിലിംഗ്, ഞാൻ കൗൺസിലിംഗ് ആയി ഞങ്ങൾ ശരിയാകാം. അപ്പം നമ്മൾ പറയും ഓക്കെ ദേ വിൽ ഹെൽപ്പ് യു, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം എന്തായിരിക്കും ഞങ്ങൾ വിടുന്ന പേഷ്യൻസിന് എലിസബത്ത് പറഞ്ഞു കൊടുക്കുക? ഒരു കാര്യം സാറ് പറഞ്ഞാൽ കറക്റ്റാണ്. അതായത് ഇപ്പം മെഡിക്കേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മുടെ കാലൊടിഞ്ഞു, നമ്മൾ ആ ഒടിഞ്ഞ കാല് വെച്ച് നമ്മൾ എത്രമാത്രം സ്ട്രെയിൻ എടുത്ത് ഇത് ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് ആ കാലിൻ്റെ മുറിവൊന്ന് കെട്ടുന്നത്. അപ്പോൾ അതുപോലെ ചില അസുഖങ്ങൾക്ക് മനസ്സിനൊരു മുറിവ് ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു മെഡിക്കേഷൻ ആവശ്യമാണ്. ഇനിയും അതല്ല, നമ്മളിപ്പം അല്ലാതെ ഇപ്പം ഡിപ്രഷൻ ആയിക്കോട്ടെ അങ്ങനത്തെ ഇതിന് മെഡിക്കേഷനും കൂടെ ആവശ്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. നമ്മുടെ എല്ലാം ബേസിക് നീഡ് എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് മാക്സിമം അവർക്ക് ഇൻക്രീസ് ആക്കുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം ഡോപ്പമിൻ അതൊരു റിവാർഡ് കെമിക്കലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടാസ്ക് സെറ്റ് ചെയ്യുന്നു, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉള്ള നന്മകളിൽ ഒരു സന്തോഷം കണ്ടെത്തുകയും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഹോർമോണിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിക്കുക, ജങ്ക് ഫുഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോവുക, അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ തീർച്ചയായിട്ടും ഈ ഹോർമോൺ കൂടും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് വളരെ ഒട്ടും വിഷമമില്ലാതെ അധ്വാനം ഒന്നും ചെയ്യാതെ കിട്ടുന്ന ആയതുകൊണ്ട് അതിൻ്റെ ചീപ്പ് ഡോപ്പമിൻ എഫക്റ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് എന്താ അതിൻ്റെ ആ ഒരു സന്തോഷം വളരെ ലിമിറ്റഡ് ആയിരിക്കും. പെട്ടെന്ന് We should refrain from shopping. Yes. ആരെയും ഷോപ്പ് ചെയ്യാൻ അങ്ങനെയല്ല ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞത്. ഒരു രീതിയിലുള്ള അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ആക്ടിവിറ്റീസിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ നീണ്ടു നിൽക്കുന്ന സന്തോഷം തരുന്ന ആക്ടിവിറ്റീസിൽ എക്സസൈസ്, അല്ലെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുകാരനോട് ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുന്നത്, ഒരു നല്ല മൂവി കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സന്തോഷം കുറച്ചും കൂടെ നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഞാൻ കുറച്ച് പേഷ്യൻസ് ഒരു ടിപ്പ് കൊടുക്കാറുണ്ട്. സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് ഒരു എക്സസൈസ് പോലെ. സോ ഫൈൻഡ് എ മൊമെൻറ്റ് ഇൻ യുവർ ഡേ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നതായിട്ട്. ഇറ്റ് ക്യാൻ ബി സ്മോൾ തിങ്സ്. നമ്മളിപ്പോൾ ആൾക്കാരോട് സംസാരിച്ച്, ഫ്രണ്ട്സിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ നല്ല കാര്യം നമ്മളെക്കുറിച്ച് പറയാം. ചിലപ്പോൾ നമ്മൾ റൗണ്ട്സിന് പോകുമ്പോൾ ഒരു കുട്ടി നമ്മൾ കണ്ട് ചിരിച്ച്, അപ്പോൾ അത് നോട്ട് ചെയ്യുക. അങ്ങനെ നോട്ട് ചെയ്തിട്ട് നമ്മളൊരു മാസം മൊത്തം ഇങ്ങനെ എഴുതി വെക്കാം. ദെൻ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ അതെടുത്ത് ഇരുന്ന് നോക്കുക, റീകളക്ട് ചെയ്യുക അതെല്ലാം കാര്യങ്ങൾ. ദാറ്റ് ക്യാൻ ബ്രിങ് ഡൗൺ യുവർ സ്ട്രെസ് ലെവൽസ്, ഹോർമോൺസ്, ഇതെല്ലാം സിഗ്നിഫിക്കൻ്റ്ലി. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അതിൻ്റെ എഫക്റ്റ് വരുന്നതല്ല. It will take around 3 to 4 months. But that അത്രയും വ്യത്യാസങ്ങൾ makes a major effect on your what you say, your gut health, your mental health, your physical health, എല്ലാം കൂടി നല്ലൊരു ഇതാണ്. ആ ഒരു ടിപ്പ് പേഷ്യൻസിന് കൊടുക്കുന്നത്. ഗ്രാറ്റിഫിക്കേഷനും കാര്യങ്ങളും ഒരു സെൽഫ് ഇമ്പോർട്ടൻസും എവറിബഡി ലൈക്സ് ഇറ്റ്, നോ? അതുപോലെ തന്നെ ആ ഒരു കാര്യം ചെയ്യുന്നപ്പം അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഒറ്റയ്ക്കല്ല. കാരണം അവരുടെ കൂടെ എലോണാന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തോന്നിയാലും അപ്പം അവരെ നോക്കി ചിരിച്ച് കാണിക്കാൻ ഒരാളുണ്ടായിരുന്നു. സോ ഐ എം നോട്ട് എലോൺ എന്നൊരു ഫീലിംഗ് അവർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഇത് അവരെ ഹാപ്പി ആവാനായിട്ട് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി അപ്പോൾ ബേസിക്കലി ഈ നമ്മൾ ജനറലി ഒരു ഹാപ്പി പോസിറ്റീവ് നല്ലൊരു വൈബിൽ പോവുകയാണെങ്കിൽ കുറേയൊക്കെ ഞങ്ങളുടെ ഈ ലൈക്ക് യു സെഡ് ദ ബ്രെയിൻ ആൻഡ് ആ ഒരു ഗട്ട് ഹെൽത്ത് കുറേയും കൂടെ ബെറ്റർ ആയിരിക്കും, അല്ലേ? ബിക്കോസ് നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ആസിഡ് പ്രൊഡക്ഷൻ
പ്രൊഡക്ഷനും ഇതുമൊക്കെ ഇറ്റ് വിൽ ബി ഓൺ എ റെഗുലേറ്റഡ് തിങ്. സോ അതിൽ പറഞ്ഞോളൂ. റിലാക്സേഷൻ ടെക്നിക്സ് എന്തൊക്കെയുണ്ടെന്നറിയാം? നമ്മൾ ബേസിക്കലി നമ്മൾ വരുന്ന ആളോട് നമ്മൾ ആദ്യം എളുപ്പം പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസസ്. അപ്പം അതിൻ്റെ ഒരു പിന്നിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരേ സമയം നമുക്ക് ടെൻസ്ഡ് ആയിട്ടും ഒരേ സമയം നമുക്ക് റിലാക്സ്ഡ് ആയിട്ടും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ആങ്സൈറ്റി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഗ്രൗണ്ടിങ് ടെക്നിക്സ്. അതായത് ഇപ്പം ഒരാൾക്ക് ഈ ആങ്സൈറ്റി എപ്പോഴും അടുത്ത നിമിഷം എന്താവും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചായിരിക്കും, അല്ലെങ്കിൽ ഡിപ്രഷൻ എപ്പോഴും കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് വിഷമിച്ചായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ലിവ് ഇൻ ദ പ്രസൻ്റ് ആണ് ഈ ആങ്സൈറ്റിയും ഡിപ്രഷനെയൊക്കെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോൾ ഈ ഗ്രൗണ്ടിങ് ടെക്നിക്സിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുക. കേൾക്കാൻ പറ്റുന്ന 4 കാര്യം, ടച്ച് ചെയ്യാൻ പറ്റുന്ന 3 കാര്യം, അതുപോലെ തന്നെ സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യം, അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 കാര്യം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക മാത്രമല്ല, അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ ഇത് ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു പല ആങ്സൈറ്റിയുടെയും കാരണം ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അപ്പോൾ ഈ ഇൻ ദ പ്രസൻറ്റിലേക്ക് വരാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ജേക്കബ്സൺസ് മസിൽ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്സ്. അപ്പോൾ അതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ മസിൽസിനെയും നമ്മൾ ടെൻസ്ഡ് ആക്കുന്നു, എന്നിട്ട് മെല്ലെ നമ്മൾ റിലാക്സ്ഡ് ആക്കുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ടെൻഷനും റിലാക്സേഷനും കാരണം അവരുടെ ബോഡി കുറച്ചും കൂടെ കാം ആവുകയും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവും. അങ്ങനെ ആ ഒരു ആങ്സൈറ്റിയെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമ്മളവരെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഫോക്കസ് ഓൺ തിങ്സ് ദാറ്റ് യു ക്യാൻ കൺട്രോൾ. നമുക്ക് എല്ലാ കാര്യവും ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിച്ചു വിടാനായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ബ്രീത്തിങ് അങ്ങനെ എക്സസൈസുകളൊക്കെ ഉണ്ടോ? ഡീപ്പ് ബ്രീത്തിങ്, അതായത് വെറുതെ നമ്മൾ കണ്ണടച്ച് ശ്വാസം എടുക്കുക വിടുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കണ്ണടച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ മെല്ലെ നമ്മുടെ മനസ്സിൽ 5 4 3 2 1 എന്ന് എണ്ണാം. അപ്പം നമ്മൾ ആ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുമ്പം നമ്മൾ നമ്മുടെ പ്രസൻറ്റിലേക്ക് വരും. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് എക്സ്പെക്റ്റേഷൻ, ഇപ്പോൾ ഇത് ഞാൻ ചെയ്ത ഉടനെ എൻ്റെ പ്രശ്നം മാറും, എൻ്റെ ആങ്സൈറ്റി കുറയും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ, അമിതമായ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വേണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ. നമ്മുടെ ഗട്ടറിനകത്ത് ഇറ്റ്സ് ആക്ച്വലി ഒരു ഹോമാണ് ഫോർ മൈക്രോബ്സ്. നമുക്ക് ദർ ആർ അറ്റ്ലീസ്റ്റ് ട്രില്യൺ മൈക്രോബ്സ്. അത് ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, വൈറസ് ആവാം. ഇതെല്ലാം ഒരു പല അസുഖങ്ങളായിട്ട് ലിങ്കുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഈ നമ്മളിപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയാം, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതിനൊരു കമ്പൗണ്ടുണ്ട്. ന്യൂറോയിലുണ്ട്, നമ്മുടെ അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പിന്നെ നമുക്ക് ഒബേസിറ്റി, ഷുഗേഴ്സ്, ചിലർക്ക് ക്യാൻസറൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഗ്യാസ്ട്രോയുടെ ഭാഗത്ത് നോക്കുമ്പോൾ IBS കൂടാതെ നമുക്ക് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് എ കോസ്, ബട്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഇംബാലൻസ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ബാക്ടീരിയ മൈക്രോബ്സിൻ്റെ ഒരു ഇംബാലൻസ് വരുമ്പോൾ, ഗുഡ് ബാക്ടീരിയ കുറയുമ്പോൾ കുറയുമ്പോൾ ആവശ്യമില്ലാത്ത ബാക്ടീരിയ ഭയങ്കര കൂടുമ്പോൾ ഒരു ഡിസ്ബയോസിസ് വരുമ്പോഴാണ് ഈ ഒരു പ്രസിപ്പിറ്റേഷൻസ് എല്ലാം വരുന്നത്. സോ ഇറ്റ് ഓൾവേസ് ഈ മറ്റ് അസുഖങ്ങളായിട്ട് എല്ലാം ലിങ്ക് ഉണ്ട്. And there are studies also showing that if you take ഒരു സ്പീസീസ് ഓഫ് ബാക്ടീരിയ ഇന്ന അസുഖമായിട്ട് ലിങ്ക് ഉണ്ട്. സോ ദർ ആർ സ്റ്റഡീസ് ഓൾസോ, ദർ ട്രൈങ് റിസർച്ച് വേർ ഇത് നമുക്ക് ആ പർട്ടിക്കുലർ സ്ട്രെയിൻ നമ്മൾ കൊടുത്തിട്ട് അത് മോഡിഫൈ ചെയ്ത് നോക്കിയിട്ട് ആ അസുഖം ഇല്ലാതാക്കാൻ പറ്റും നോക്കുന്നുണ്ട്. ആണല്ലേ? സോ ഇറ്റ്സ് ആക്ച്വലി എ വെരി വാസ്റ്റ് ടോപ്പിക്. ദർ ലോട്ട് ഓഫ് റിസർച്ച്. ഇപ്പം ജനറ്റിക് ഒക്കെ അത് ചെയ്യാൻ പറ്റുന്നാണ് പറയുന്നത്? ഇല്ല, മീൻസ് അതിനൊരു കമ്പോണൻ്റ് ഇതിലെല്ലാം ഉണ്ടാവും. ഇത് നമ്മൾ ജനിച്ച് തൊട്ട് നമ്മുടെ മൈക്രോബ്സ് ആർ ഓൾവേസ് ദെയർ ഇൻ അവർ ബോഡി. അത് നമ്മുടെ ഡയറ്റിലോ നമ്മുടെ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സോ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കോ അത് നമ്മൾ കഴിക്കുന്ന പ്രോബയോട്ടിക്കോ ഇതെല്ലാം സ്ട്രെസ്സ് കാര്യങ്ങൾ ഇതെല്ലാം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അവർ മൈക്രോബ്സ് ആർ പാർട്ട്, സ്ട്രെസ്, ഡയറ്റ് എല്ലാത്തിനും വ്യത്യാസം. സോ ഓരോരോ ഇതിൻ്റെ മീൻസ് ഓരോ അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഉണ്ടാകുന്നതൊക്കെ. ദർ ആർ ഓൾസോ കോൺസെപ്റ്റ് ലൈക്ക് ഇവൻ ഫീക്കൽ മൈക്രോബിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ അസുഖങ്ങളൊക്കെ നമുക്കൊന്ന് മീൻസ് മെഡിസിൻ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ മറ്റേ ക്ലോസ്ട്രിഡിയം ഡിഫിസിൽ ഇൻഫെക്ഷൻ, മറ്റേ സൂഡോമോണസ് കൊളൈറ്റിസ് ഒക്കെ, മെംബ്രനസ് കൊളൈറ്റിസ്, അതിനകത്തൊക്കെ നമ്മൾ IBDക്കകത്തും ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസൊക്കെ നമ്മൾ വി ടേക്ക് എ സ്റ്റൂൾ ഫ്രം എ ഹെൽത്തി ഡോണർ
എന്നിട്ട് അതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ മീൻസ് ഓട്ടോ ഇമ്മ്യൂണോ മെറ്റബോളിക്കോ അല്ലെങ്കിൽ ക്യാൻസർ വരെയുള്ള സാധനങ്ങളിലൊക്കെ നോക്കിയിട്ട് ആ ഫാമിലി എക്സ്ക്ലൂഡ് ചെയ്തിട്ട് പിന്നെ അതിനകത്തുള്ള ഇപ്പോൾ ഈ പ്രോബ്ലമായിട്ടുള്ള ബാക്ടീരിയ എടുത്ത് കളഞ്ഞിട്ട് അത് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ഈ പേഷ്യൻറ്റിനോട് മീൻസ് ഡിസീസുള്ള പേഷ്യൻറ്റിനോട് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ത്രൂ മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടിട്ട് അല്ലെങ്കിൽ കോളനോസ്കോപ്പി വഴി അല്ലെങ്കിൽ റിട്ടൻഷൻ ഇനിയുമായിട്ട് വി ഇൻട്രൊഡ്യൂസ് ദിസ് So those ഡോണർ things get അപ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് ഈ അസുഖങ്ങളെല്ലാം കൺട്രോളായി വരുന്നുണ്ട്. ആ ഡോണറിൻ്റെ കുറേ നാൾ കഴിയുമ്പോൾ ഡോണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരെ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉള്ളപ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണുള്ളത്. ദർ ഇസ് ലോട്ട് ഓഫ് റിസർച്ച് കമ്മിങ് ഇൻ ടു ഇറ്റ്. അവരിപ്പം പല അസുഖങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്. മീൻസ് ഈ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഇറ്റ്സ് എ പ്രോമിസിങ് ലെവൽ. സി നമുക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി ഗ്രേറ്റ് തിങ് ഫോർ അസ് അല്ലേ, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അത്ര ഇൻറ്റൻസിറ്റിയും സ്ട്രെസ്സും അറിയുന്നില്ല എന്നുള്ളതാണ്.